ഹലോ ഫ്രണ്ട്സ്, JBLന്റെ ഏറ്റവും പുതിയതായ പാർട്ടി ബോക്സ് 320യുടെ അൺബോക്സിങ് കാര്യമാണ്. മലയാളത്തിലെ ആദ്യത്തെ റിവ്യൂ ആണ്. ഓക്കെ, നമ്മൾ ഏകദേശം ഒരു 4 മന്ത് യൂസ് ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ, നമ്മളൊരു എക്സ്പീരിയൻസും കാര്യങ്ങളുമാണ് നമ്മൾ ഷെയർ ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ എല്ലാവരെയും പോലെ തന്നെ വീഡിയോയിലേക്ക് പോകാം. അൺബോക്സിങ് ആണ്. കിട്ടില്ല ഒരു ബോക്സിങ് പാക്കേജുമാണ്. ഫുൾ തെർമോക്കോൾ ഇത് ചെയ്ത് വെച്ചേക്കണം. ഫുൾ സംഭവം നല്ല വെയിറ്റ് ആയതുകൊണ്ട് അതേ കണക്ക് പാക്കിങ്ങും ഹെവിയാണ്. കിട്ടിലാണ്. പാക്കിംഗ് എല്ലാം പെർഫെക്റ്റ് ആണ്. നമുക്കിത് ആദ്യമേ മൊത്തം ഒന്ന് അൺബോക്സ് ചെയ്ത് അതിൻ്റെ സ്പീക്കർ ആദ്യമേ കഴിഞ്ഞ് പുറത്തെടുക്കാം. ഓക്കെ, നമ്മളത് നേരെ എടുത്ത് വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് എൻ്റെ മേളത്തേക്ക് തെർമോക്കോളെല്ലാം വലിച്ചു കൂരാം. 3 തെർമോക്കോൾ വെച്ചിട്ടുണ്ട്. മറ്റേ എഡ്ജൊന്നും പോയി തട്ടി ഇതാവാതിരിക്കാൻ വേണ്ടി. നോർമൽ പാക്കിംഗ്. അപ്പോൾ സംഭവം ബെഡേ ലുക്കാണ് കേട്ടോ. സാധനം നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല. പഴയ മോഡലിനെ അപേക്ഷിച്ച് കൂടെ കർവ് ഉരുട്ടിയൊക്കെ എടുത്ത് അതിൻ്റെ ബാഡ്ജിങ്ങും ഒക്കെ അടിപൊളിയാക്കി. സംഭവം അടിപൊളി ലുക്കാണ്. പിന്നെ എൻ്റെ കൂടെ വേറെ ബോക്സ് വരുന്നതിൻ്റെ പവർ കോഡ്. ബാക്കിയൊന്നും നമുക്ക് വേണ്ട. നമുക്ക് അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ തന്നെ മതി. ഓക്കെ, നമുക്ക് ആദ്യം പവർ കോഡ് കണക്ട് ചെയ്തിടാം. ഏകദേശം ഒരു 1.5 മീറ്റർ ലെങ്തേ പവർ കോഡിന് നമുക്ക് വരത്തുള്ളൂ. നോർമൽ ഇതാണ്. 1.5 മീറ്റർ ലെങ്ത്ത് വരത്തുള്ളൂ. എൻ്റെ ബാക്കിലായിട്ടാണ്, ഈ പാർട്ടി ബോക്സിൻ്റെ ബാക്കിലായിട്ടാണ് എൻ്റെ പവർ പ്ലഗ് ചെയ്യുന്നത്. ഒരു സോക്കറ്റ് ഉണ്ട്, അത് റിമൂവ് ചെയ്തിട്ട് ഇതുകൊണ്ട് പ്ലഗ് ചെയ്താൽ മതി. നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും വെച്ചാൽ ഉരുട്ടി കൊണ്ടുപോകാൻ പറ്റും. നമ്മളെ ട്രോളി ബാഗ് പോലെ വീലുണ്ടായിട്ട് നമുക്ക് സ്മൂത്തായിട്ട് ഉരുട്ടി കൊണ്ടുപോകാം. സോഫ്റ്റ് സർഫസിലാണ്, റഫായിട്ട് യൂസ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ പ്ലഗ് ചെയ്ത് നമ്മൾ ആദ്യമായിട്ട് അതങ്ങനെ അത് ഓൺ ചെയ്യാൻ പോകണം. ജസ്റ്റ് 1 പ്രസ്. ആ ഓണായി തരുമ്പോൾ ഒരു ബേസ്, ഒരു സൗണ്ട് നമുക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്താലേ അതറിയാൻ പറ്റും. ഒരു അടിപൊളിയാണ്. നല്ല രസമാണ് അതിൻ്റെ കേൾക്കാൻ. നല്ല ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യും. അതാണ് JBL. നമുക്ക് കൂടുതലും ഈ സംഭവം യൂസ് ആവുന്നതെന്ന് വെച്ചാൽ ഔട്ട്ഡോർ പാർട്ടി അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്കൊക്കെ ഔട്ട്ഡോർ യൂണിറ്റിന് അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഒരു 6 ഇഞ്ചിൻ്റെ ബൂഫറൊക്കെ വരുന്നത്, ഇച്ചിരി വലിയ റേഞ്ച്. പിന്നെ ഈ ഒരു ബോക്സ് ബാറ്ററിയും കൂടെ വരുന്നത്. എൻ്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് ബാറ്ററിയില്ല, പ്ലഗ് ആൻഡ് യൂസ് ഉള്ളതാണ്. ഇത് നമുക്ക് പ്ലഗ് ഇൻ ചെയ്ത് യൂസ് ചെയ്യാം, ബാറ്ററിയിലും യൂസ് ചെയ്യാവുന്നതാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ക്വാളിറ്റി നമുക്ക് ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ്. പിന്നെ എൻ്റെ ലോഗോ ഒക്കെ ചൂടെ ബിഗർ സൈസ് ആക്കിയിട്ടുണ്ട്. പഴയതിനെ അപേക്ഷിച്ച് ലോഗോ ഒക്കെ ചൂടെ നല്ല ചൂടെ അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. മറ്റേ ഒരു ചെറിയൊരു ഇതിൻ്റെ അകത്ത് JBL എഴുതിയിരിക്കുന്നതാണ്, പക്ഷേ ഇപ്പം അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട് സൈസിൽ വരുന്നത് 1 ഇഞ്ചിൻ്റെ ഡോം ടോട്ടറും പിന്നെ 6.5 ഇഞ്ചിൻ്റെ 2 വൂഫറുമാണ് വരുന്നത്. 2 ടോട്ടറും 2 വൂഫറും. അതുകൊണ്ട് നല്ല കിടിലം ബേസാണ് നമുക്ക് ഇതിൽ നിന്ന് ഔട്ട് കിട്ടുന്നത്. ഇത് നമ്മൾ മൈക്രോഫോണിൻ്റെ സെക്ഷനാണ്. മൈക്രോഫോൺ മൈക്ക് കണക്ട് ചെയ്തിട്ട് അപ്പം മൈക്കിൻ്റെ എല്ലാ കൺട്രോളിങ് ആ ഒരു പാനലിൽ മാത്രം. പിന്നെ നോർമലി വോളിയം, ബ്ലൂടൂത്ത്, പിന്നെ ടയറിങ്, ബാസ് ബൂസ്റ്റ്, ലൈറ്റ്. അപ്പം ഇത്രയാണ് ഇതിൻ്റെ ടോപ്പ് പാനൽ വരുന്നത്. മേൽഭാഗത്താണ് ഇതിൻ്റെ കൺട്രോളിങ്ങും സെറ്റും എല്ലാം ഉള്ളത്. എല്ലാം ഒരു റബ്ബർ ടൈപ്പ് ഇതാണ്. വോളിയം കൺട്രോളൊക്കെ സ്മൂത്ത് ഇതാണ്. മൊത്തത്തിൽ ഒരു റബ്ബർ ടെക്സ്ചർ ഫിനിഷാണ് ഇതിൻ്റെ ടോപ്പിൽ ഇതെല്ലാം വരുന്നത്. ബട്ടൺ ആയാലും എല്ലാ ഇതും. പിന്നെ ഇതിൻ്റെ നമ്മൾ ബാക്ക് പാനലിലേക്ക് പോവുകയാണ്. അതിൻ്റെ അകത്താണ് ബാക്കി കണക്ടിവിറ്റീസ് എല്ലാം വരുന്നത്. ഇതിൻ്റെ ബാക്ക് പാനലിലാണ്. ബാക്ക് സൈഡിലായിട്ട് എല്ലാം ഒരു റബ്ബർ എൻക്ലോഷർ വെച്ചാണ് എല്ലാം അടച്ചു വരുന്നത്. പിന്നെ IPS റേറ്റിംഗ് ഉണ്ടായതുകൊണ്ട് സ്പ്ലാഷ് പ്രൂഫാണ്. എന്നുവെച്ചാൽ വെള്ളത്തിൽ മുക്കൽ, അങ്ങനെ വെള്ളത്തിൽ നല്ലതല്ല, വെള്ളം തുള്ളികൾ വീഴുന്ന ഒരു പ്രൊട്ടക്ഷൻ, അത്രേ ഉള്ളൂ. ഇതാണ് ബാക്ക് പാനൽ. ബാക്ക് പാനലിൽ നമുക്ക് 2 മൈക്ക് കണക്ട് ചെയ്യാം, USB കണക്ട് ചെയ്യാം. നമുക്ക് ഫോൺ അതിൽ ചാർജ് ചെയ്ത് ഇതിൽ നിന്ന് പവർ ഔട്ട് എടുത്ത് ചാർജ് ചെയ്യാനും പറ്റും. പിന്നെ ഓഡിയോ ഇന്ന് ഓക്സ് ആയിട്ട്, പിന്നെ അല്ലാതെ ഇൻവേർട്ടർ. പിന്നെ ഈ മൈക്കിൻ്റെ ഇതെല്ലാം നമുക്ക് ഗെയിൻ കൺട്രോൾ ചെയ്യും. പിന്നെ ഗിറ്റാർ കണക്ട് ചെയ്യാതെ ആ മോഡിലോട്ട് മാറ്റി ഇടാനും പറ്റും. അതിൻ്റെയൊക്കെ നമുക്ക് ഗെയിൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഗെയിൻ കുറവതാണ് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നോർമൽ ഡിഫോൾട്ടായിട്ട് ഒരെണ്ണത്തി വെച്ചാൽ മതി. പിന്നെ എന്തെങ്കിലും മൈക്കിൻ്റെ റെസ്പോൺസ് അനുസരിച്ച് നമുക്ക് ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടും ബാലൻസ് ചെയ്യാം. പിന്നെ ഇത് അല്ലാതെ വേറെ ഇനിയും ഔട്ട് ചെയ്ത് വേറെ സ്പീക്കറോട്ട് അല്ലാതെ വയർഡായിട്ട് കണക്ട് ചെയ്യണം, അങ്ങനെയൊക്കെ ആയിട്ടുള്ള ആ സംഭവം. പിന്നെ ഇതിൻ്റെ എല്ലാ സ്പീക്കറിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം ഇതിൻ്റെ ഈ ഒരു ബാക്ക് പാനലിൻ്റെ ഇതിൻ്റെ അകത്താണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സ്പെക്കും ഡീറ്റെയിൽസും ഫുൾ ഇതും അതിൻ്റെ അകത്താണ്. സീരിയൽ നമ്പറും എല്ലാ കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. എല്ലാവരും റബ്ബേർഡ് എഡ്ജെല്ലാം റബ്ബേർഡ് ഇതാണ്. വെള്ളം ഒന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് സ്മൂത്തായിട്ട് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതങ്ങ് ലോക്കായിരിക്കും. പിന്നെ അതിൻ്റെ താഴേക്ക് വരുന്നതാണ് അതിൻ്റെ ബാറ്ററി സെക്ഷൻ. അത് തന്നെ ഒരു ഞെട്ടിച്ചൊരു സംഭവമാണ്. കാരണം ഇത്രയും വലിയൊരു ബോക്സിൻ്റെ അകത്തൊരു ചെറിയ ബാറ്ററി. നോർമലി പ്രസ് ചെയ്ത് താഴോട്ട് ലോക്ക് മാറുന്നു. സിമ്പിൾ ലോക്ക് സിസ്റ്റമാണ്. ജസ്റ്റ് പ്രസ്സിങ് ഇതാണ് ലോക്ക് ഇതാവുന്നത്. ഓക്കെ,
നമ്മൾ ഈ ബാറ്ററി എന്ന് വെച്ചാൽ നമ്മൾ ക്യാമറയിലൊക്കെ ബാറ്ററി പോലെ സ്വൈപ്പ് ചെയ്തെടുക്കാവുന്ന ടൈപ്പ് ആക്ഷൻ ക്യാമറയിലൊക്കെ ബാറ്ററി, അത് കണക്കൊരു മെത്തേഡാണ്. അതിൻ്റെ വലിയ ടൈപ്പ് ബാറ്ററി എന്നേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. കയ്യിലിരിക്കുന്നുള്ളൂ. ഏകദേശം നമ്മൾ പവർ ബാങ്കിൻ്റെ അത്രയേ ഉള്ളൂ സാധനം ബാറ്ററി കയ്യിരിക്കുന്നത്. ഇതാണ് ഇത്രയും വലിയൊരു സ്പീക്കർ പവർ ചെയ്യുന്നത്. ഇതിൻ്റെ വോൾട്ടേജ് ഇതും വരുന്നത് ഏകദേശം 10000 mAh അടുപ്പിച്ചുണ്ട്. 10000 mAh ബാറ്ററിയും 7.2 വോൾട്ടും ആണ്. 9447 mAh ആണ് ബാറ്ററി വരുന്നത്. ബാറ്ററിയുടെ വില US നോക്കിയപ്പോൾ $100 കാണിക്കുന്നത്. ഏകദേശം 8000, ഇവിടെ വരുമ്പോൾ 12,000 രൂപയായിരിക്കും ഒരു ബാറ്ററിക്കാണ് വില. ബാറ്ററിക്കുണ്ട് 10-12 രൂപ, അതും കൂടെ ആലോചിക്കുക. ഓക്കെ, ഇതാണ് ബാറ്ററി. നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. വേറെ ബാറ്ററി ഉണ്ടെങ്കിൽ ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത സ്വൈപ്പ് ചെയ്ത് ഇട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് കുത്തിയിട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ പവർ ബൂസ്റ്റ് ആവുന്നുണ്ട്. ബാറ്ററിയിലാകുമ്പോൾ ഇച്ചിരി താന്നിരിക്കും. ഒന്ന് പ്ലഗ് ചെയ്യുമ്പോഴത്തേക്ക് ഇച്ചിരി വോളിയം ഒന്ന് പോകും. അങ്ങനെ അതിൻ്റെ ഒരു ഇത് ചെയ്തേക്കുന്നുണ്ട്. സിംപ്ലി പ്രസ് ചെയ്ത് അടയ്ക്കുമ്പോൾ അതങ്ങ് ലോക്ക് ആവും. നമുക്ക് അതിൻ്റെ സൗണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ട്രാക്ക് ഇട്ട്. ഓക്കെ, നമ്മൾ വോളിയം ഏകദേശം ഇപ്പോൾ 50% വോളിയമാണ് വെച്ചേക്കുന്നത്. പയ്യെ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യാം. 70%, 80% ഫുള്ള് വരെ നമുക്ക് വെക്കാം. പവർ ചെയ്ത് യൂസ് ചെയ്തിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ. സംഭവം രക്ഷയില്ല, അടിപൊളി ബേസാണ്, നല്ല സ്മൂത്താണ് സാധനം. ഇനി നമുക്ക് ഒരു എനർജി മീറ്ററിൽ കണക്ട് ചെയ്തിട്ട് ഒരു പാട്ട് ഇട്ടേക്കാം. പാട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് മ്യൂട്ട് ചെയ്തേക്കുവാണ്, കാരണം കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നതുകൊണ്ട്. ഇപ്പം ഇങ്ങനെ കേട്ടെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ അറിയാവുന്നത്, കാരണം ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഫോണിൻ്റെ മൈക്കും എല്ലാ അഡീഷണൽ മൈക്ക് ഏതാണെന്നും അതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഡയറക്റ്റ് നേരിട്ട് കേട്ടാലേ സംഭവം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് എവിടെയെങ്കിലും പോയി കേൾക്കുന്നതിന് ഏറ്റവും ബെറ്റർ. ഇപ്പോൾ നമ്മൾ എനർജി മീറ്റർ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. എനർജി മീറ്റർ വിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം 100-150 വാട്ട്സോളം അത് പവർ അതിൽ നിന്ന് എടുക്കുന്നുണ്ട്. വേരി ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ബാറ്ററിയിൽ നിന്നും സി പ്ലഗ് പവർ ചെയ്യുന്ന രണ്ടും കൂടെ മിക്സ് ചെയ്താണ് സംഭവം ഇത് എടുക്കുന്നത്. ഓക്കെ, ചാർജിങ്ങിന് ഏകദേശം 18-20 വാട്ട്സ് അങ്ങോട്ട് വെച്ചേ എടുക്കുന്നുള്ളൂ. അല്ലാതെ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വേരി ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് പുറത്തൊക്കെ കൊണ്ടുപോയാലും കാർ ഇൻവെർട്ടർ വെച്ച് വേണമെങ്കിലും ഔട്ട്ഡോറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. വലിയ ഇഷ്യൂ ഇല്ല. 200 വാട്ടിൻ്റെ കാർ ഇൻവെർട്ടറൊക്കെ ഉണ്ട്. അതൊക്കെ അതിൽ കണക്ട് ചെയ്തിട്ടാലും യൂസ് ചെയ്യാം. അപ്പോൾ ഇച്ചിരി ലൗഡായിരിക്കും. പിന്നെ ഇതിൻ്റെ ആപ്പാണ് സംഭവം. JBLൻ്റെ ഒരു ആപ്പുണ്ട്, പ്ലേ സ്റ്റോറിലും എല്ലാത്തിലും അവൈലബിൾ ആണ്. അതെടുത്തിട്ട് നമ്മൾ നോർമലി എല്ലാ ബ്ലൂടൂത്തും സ്പീക്കർ കണക്ട് ചെയ്യുന്നതൊക്കെ തന്നെ ഇതിൻ്റെ അകത്ത് ബ്ലൂടൂത്തിൽ 2 പ്രാവശ്യം നിൽക്കുക. അപ്പോഴത്തേക്ക് പെയറിങ് മോഡാവും. എന്നിട്ട് അത് നമ്മൾ കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ പേരടിച്ചിടുന്നത് തുണിയിൽ നമുക്ക് അടിച്ചിടാം. ഓട്ടോമാറ്റിക്കലി ഇതായി വരികയും ചെയ്യും. അത് നമ്മൾ കണക്ട് ചെയ്തു. എന്നിട്ട് ആ ഡിവൈസ് നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുകയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ടോപ്പ് പാനലിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിൻ്റെ അകത്ത് എല്ലാ പരിപാടിയും മാനുവലായിട്ടും ചെയ്യാൻ പറ്റും. നമുക്ക് വയർലെസ് ആയിട്ട് ഇങ്ങനെ മൊബൈലിലും ആപ്പിലും കൺട്രോൾ ചെയ്യാൻ പറ്റും. ലൈറ്റിൻ്റെ ഇത് എല്ലാം നമുക്ക് ഇത് ലൈറ്റ് ഓണും ഓഫ് എല്ലാം ഇതിൻ്റെ അകത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഡിഫോൾട്ടായിട്ട് കുറേ മോഡുകൾ പ്രീസെറ്റുകൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ലൂപ്പ്, നിയോണ്, അങ്ങനെ കുറേ ബൗൺസ്, അങ്ങനെ പല മോഡുകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാം. ഇതെല്ലാം അഡ്രസ്സബിൾ ടൈപ്പ് LED ആയതുകൊണ്ട് ഒരു ഇതിൽ തന്നെ 2-3 കളറും മിക്സ് ചെയ്തതൊക്കെ വരുന്നതുകൊണ്ട് നല്ല രസമാണ് സംഭവം കാണാൻ. അതാണ് ലൈറ്റ് ഒരു ഹൈലൈറ്റിങ് ഇതാണ്, കാരണം പാർട്ടി ടൈമിലൊക്കെ ഔട്ട്ഡോർ നൈറ്റൊക്കെ യൂസ് ചെയ്യുന്ന സെറ്റാണ്. ഇതിനകത്ത് 2-4 സെറ്റ് ലൈറ്റ് ഉണ്ട്. ഒന്ന് റൗണ്ട് സ്പീക്കറിൻ്റെ ചുറ്റിനുള്ള റിങ് ചെയ്ത്, പിന്നെ എല്ലാ ചുറ്റിനും ഓരോരോ ഡോട്ട് പോലത്തെ ലൈറ്റ്, പിന്നെ മേളിലും താഴെയും 3 ഡോട്ട് പോലൊരു ലൈറ്റ്, പിന്നെ മേളിലും താഴെയും തന്നെ സെയിം ഒരു സ്ട്രെയിറ്റ് ഇതായിട്ടുള്ള ലൈറ്റ്. ഇത് നമുക്കെല്ലാം ഇൻഡിവിജ്വലി ഓണും ഓഫും എല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ആപ്പിൽ തന്നെ ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്തിട്ട് നമുക്കെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ വേണമെങ്കിൽ ഇടാം, ഓഫ് ചെയ്യാം. നമ്മളെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. കളർ ചൂസ് ചെയ്യാം, എല്ലാം ചെയ്യാം. അതിൻ്റെ അകത്തൊരു ജസ്റ്റ് ഒരു മിക്സിങ് ഇതാണ്. നമുക്കൊരു ലൂപ്പ് പോലെ പാട്ടൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ചെറിയ DJ പോലെ സെറ്റപ്പൊക്കെ ചെയ്യാം. നമ്മളൊരു ഡിഫോൾട്ടായിട്ട് ടോൺ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കറിൻ്റെ തന്നെ ടോപ്പ് പാനലിൽ 3 സ്വിച്ച് ഉണ്ട്. അതിൽ നിൽക്കുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വോളിയം ഇതെല്ലാം അതിൻ്റെ അകത്ത് കൂട്ടാം. പാട്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ഇത് കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. എല്ലാം നമുക്ക് ബ്ലൂടൂത്തിൽ തന്നെ ഇത് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വലൈസർ സെക്ഷനാണ്. ഇതാണ് JBLൻ്റെ സിഗ്നേച്ചർ ഇക്വലൈസർ മോഡ് ഡിഫോൾട്ടായിട്ട് വരുന്നത്. പിന്നെ ബാസ് ഓഫ്, ബാസ് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുന്ന ആദ്യത്തെ ടോപ്പ് പാനിലുള്ള സ്വിച്ചിൽ ഒരു പ്രാവശ്യം നിൽക്കുമ്പം ഓണാവും, പിന്നെ നിൽക്കുമ്പോൾ ഒന്നുകൂടെ ബൂസ്റ്റ് ആവും. ഒരു പ്രാവശ്യം നിൽക്കുന്നതിലാണ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി കിട്ടുന്നത്. 2 പ്രാവശ്യം ബൂസ്റ്റ് ചെയ്യുമ്പം ആ ഒരു ബേസ് ഒരു സുഖമില്ല. JBLൻ്റെ സിഗ്നേച്ചർ ഇതിലാണ് നോർമൽ, നല്ല അത്യാവശ്യം നോർമൽ ബേസിൽ ഇതായിട്ടൊരു സ്മൂത്തായിട്ടും പോകുന്നത്. പിന്നെ നമുക്ക് ഇക്വലൈസർ നമുക്ക്
നമുക്ക് തന്നെ സെറ്റ് ചെയ്ത് ഇടാവുന്നതാണ്. നമുക്ക് എത്ര വ്യത്യാസം ഉണ്ടെന്ന് നോക്കാം. ഇതിപ്പോൾ നോർമലിൽ ഒരു പാട്ടിടുകയാണ് സിഗ്നേച്ചർ വോയിസിൽ. ഓക്കെ, നമുക്ക് എന്നിട്ട് ഓരോ ഇക്വലൈസർ നമുക്ക് സെലക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. പ്ലഗ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് കേൾപ്പിക്കുന്നത്. ഓക്കെ, നമുക്കിനി നമുക്ക് ഇടാം. കോപ്പറേറ്റ് ഇല്ലാത്തൊരു സോങ് ഇതാണ് കണക്ട് ആക്കുന്നത്. ഇപ്പം അടുത്ത മൂവി അതെല്ലാം പ്രീസെറ്റ് ആയിട്ടുള്ള ഇക്വലൈസറുകളാണ്, ഡിഫോൾട്ടായിട്ട് വരുന്ന ഇക്വലൈസറാണ്. പിന്നുള്ളതാണ് കസ്റ്റമേ നമുക്ക് കസ്റ്റം ചെയ്യാവുന്ന അടിപൊളി സംഭവമാണ്. അതിലാണ് കൂടുതലും കസ്റ്റം ചെയ്ത് നമുക്ക് ഇച്ചിരി ബേസ് ആക്കാൻ പറ്റുന്നത്. ഇത് JBLൻ്റെ നോർമലിട്ട് ബാസ് ഓഫ്, ബാസ് ഓണ്, ചൂട പഞ്ചി. അതൊരു സ്മൂത്ത് അല്ല, നോർമൽ അതാണ് നല്ലത് ബാസിൻ്റെ കേസിൽ. ഇക്വലൈസർ ഉള്ളത് കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റം ചെയ്ത് നമുക്ക് ഇടാവുന്നതാണ്. ഇതാണ് ഞാൻ ഡിഫോൾട്ടായിട്ട് ചെയ്തേക്കുന്നത്. ബേസ് കൂട്ടി, ഇത് ബേസ് ലെവലാണ് ആദ്യത്തേത്, ഇപ്പോൾ ബേസ് കുറഞ്ഞു. ഇത് കൂട്ടി വെച്ച് ഇത് ഹൈ ഫ്രീക്വൻസി റൈറ്റ് സൈഡിലോട്ട് വരുന്നത്, ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ലോ ഫ്രീക്വൻസി, നടുക്കത്തെ മിഡ്, റൈറ്റ്, ഹൈ ഫ്രീക്വൻസി. അതനുസരിച്ച് സെറ്റ് ചെയ്ത് നമുക്ക് നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ച് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ സംഭവം ഒരു രക്ഷയില അടിപൊളിയാണ്. സിഗ്നേച്ചർ അവരുടെ ഇതിനേക്കാൾ ഇച്ചിരി കൂടെ ബേസ് ബൂസ്റ്റ് ചെയ്ത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല കിട്ടുന്ന അടിപൊളി നല്ല ബേസ് നമുക്ക് അതിൽ നിന്ന് ഔട്ട് കിട്ടും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷനിൽ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. ഇത് സെറ്റ് ചെയ്തിടുന്നു, അത് ഡിഫോൾട്ടായിട്ട് നമ്മളെപ്പോഴും ഓൺ ചെയ്താലും ആ ഒരു ഇത് വരും. പിന്നെ നമുക്ക് മാനുവലി ലൈറ്റ് ചെയ്ത് വെക്കാം, അല്ലാതെ അതിൻ്റെ ടോപ്പ് പാനലിൽ ചെയ്യാവുന്നതാണ്. ഇക്വലൈസർ നമുക്ക് ഫോണിൽ കൂടെ മാത്രമേ ചെയ്യാൻ പറ്റൂ, എൻ്റെ മേടി അത് ചെയ്യാൻ പറ്റില്ല. ബാസ് ബൂസ്റ്റ് മാത്രം നമുക്ക് മേടി അഡീഷണൽ ആയിട്ട് സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡ് സ്വിച്ച് ഉണ്ട്, അതിൽ നിൽക്കി നമുക്ക് ബാസ് ബൂസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ ഇക്വലൈസർ ഇത് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് അപ്ഡേറ്റ് ഇതൊക്കെ വന്നിട്ടുണ്ട്. എല്ലാ അപ്ഡേറ്റ് എല്ലാം നമുക്ക് ആപ്പ് വഴിയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഓഫ് ചെയ്യാം, ടേൺ ഓഫ് ചെയ്തു, ഓഫായി. സ്റ്റാൻഡ് ബൈ മോഡിലേക്ക് പോവുകയാണ് സംഭവം. ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്തിട്ട് ബ്ലൂടൂത്ത് വഴി ഓഫ് ചെയ്യുമ്പോൾ അതിൻ്റെ തന്നെ നമുക്ക് ഓൺ ചെയ്യാം. ഓൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് അത് ഓണായി വരും. അങ്ങനെ ആപ്പിൽ നമുക്കെല്ലാം ഇത് കൺട്രോൾ ചെയ്യാവുന്നതാണ്. അത്രേ ഉള്ളൂ, ഇത്രയും സെറ്റപ്പേ ഉള്ളൂ നമ്മുടെ ആപ്പിൽ. ഇത് പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ആപ്പിലില്ല. ഇത്രയും ഓഡിയോ ഇക്വലൈസർ കൺട്രോളിങ്ങും ഇതുമാണ് ആപ്പിലൊക്കെ എല്ലാം കൂടുതലായിട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ളതിൻ്റെ വീല്, ഇത് നമ്മൾ നോർമലി സ്റ്റാൻഡിങ് പൊസിഷനിൽ ഇത് വെക്കുമ്പോൾ ഇത് ഉരുണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വീല് ഗ്രൗണ്ടിൽ ടച്ചായിരിക്കത്തില്ല, കണ്ടോ, കറങ്ങിക്കൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ ഡിസൈനിങ്. അത് നമുക്ക് നല്ലൊരു ഡിസൈനിങ് ആണ്, ടച്ച് ആകത്തില്ല. അപ്പോൾ ഇതിൻ്റെ പഴയ മോഡൽ 3 ടൺ അപേക്ഷിച്ച് ഇച്ചിരി വലിയൊരു വീല് ടൈപ്പാണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ട്രോൾ ചെയ്ത് നമുക്ക് സ്മൂത്തായിട്ടുള്ള സർഫസിൽ ട്രോൾ ചെയ്തിട്ട് ഉരുട്ടുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇൻ്റർലോക്ക് കട്ട് ചെയ്തിട്ടുള്ളതിൻ്റെ അകത്തൊക്കെ സ്പീഡ് ഉരുട്ടി കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. നമുക്കത് ഉരുട്ടുമ്പോൾ തന്നെ ആ ഒരു ഹെവി ഫീൽ ചെയ്യാൻ പറ്റും. ആ വെയിറ്റ് നമ്മൾ അത്ര ഉരുട്ടി കൊണ്ട് പോകുന്നുണ്ട്, പക്ഷേ സ്മൂത്തായിട്ട് ഉരുണ്ട് പൊക്കോളും. പിന്നെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ എവിടെയൊക്കെ നമ്മൾ കാറിൽ കൊണ്ടുപോയി സ്വിഫ്റ്റ് കാറിൻ്റെ അകത്ത് വെച്ചാണ്, ഇത്രയും സ്പേസ് നമുക്ക് എന്തായാലും ആവശ്യം വരും. അകത്ത് വെക്കാനാണ് ഡിക്കിയിലൊക്കെ ഇരുന്നോളും, വേറെ ബാഗ് ലഗേജൊക്കെ വെക്കാൻ പാടായിരിക്കും. അപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഒരാൾ എന്നുള്ള ആൾക്ക് വേണ്ട സ്പേസ് നമ്മൾ കരുതി ആ ഒരു ഇത് കൊടുക്കേണ്ടി വരും. നമ്മളൊരു ബസ്സിലൊരു മിനി ട്രാവലറിൻ്റെ നമ്മൾ ടൂർ പോയപ്പോൾ കൊണ്ടുപോയതാണ്. നമ്മൾ പലയിടത്തും കൊണ്ടുപോയി എല്ലായിടത്തും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റിവ്യൂ ഇടുന്നത്. ട്രാവലറിൻ്റെ അകത്ത് ഓഡിയോ അത്ര ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിൽ തന്നെ പാട്ടിട്ട് അടിപൊളിയായിരുന്നു, രക്ഷയിലായിരുന്നു. അതിൻ്റെ അകത്ത് നല്ല അടിപൊളി ബേസും നല്ല കിടിലായിരുന്നതുകൊണ്ട് നമ്മൾ ഫുൾ ടൈം ഇതിൻ്റെ അകത്തായിരുന്നു യൂസ് ചെയ്തത്. ബാറ്ററി ഒന്നും വിഷയമില്ലായിരുന്നു. ഇത് നമ്മളവിടെ ചെന്നപ്പോൾ ഒരു ബോട്ടിങ് ചെന്നപ്പോൾ അവിടെ കൊണ്ടാണ്. അപ്പോൾ അവിടെ എവിടെ ഇരിക്കുന്ന വേറൊരു ബ്രാൻഡ് അല്ല, അത് സാധാ കുറഞ്ഞ ടൈപ്പ് ഒരു പാർട്ടി ബോക്സ്. അത് 10-15 രൂപയുള്ള വില വരുന്നത്. നമ്മൾ JBLൻ്റേത് ബാറ്ററിക്ക് ആകുമ്പോൾ 15 രൂപ. അത് കണക്ക് ക്വാളിറ്റി വ്യത്യാസമുണ്ട്. അത് മനസ്സിലാവണമെങ്കിൽ ഈ 2 ടൈപ്പ് മോഡലും നമ്മൾ ഒരുമിച്ച് ഒരേ പാട്ട് ഒരേ ടൈം പ്ലേ ചെയ്താലേ ആ ഒരു ക്വാളിറ്റി ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ, ഇല്ലെങ്കിൽ അറിയത്തില്ല. പിന്നെ ഇത് കൊണ്ടുപോകാനൊക്കെ നമ്മൾ പലയിടത്തും ഇത് കൊണ്ടുപോയിട്ടുണ്ട്. മൂന്നാറിനും ഇതായിപ്പോൾ ബോട്ടിങ്ങിലും ഇതൊക്കെ നമ്മൾ കൊണ്ടുപോയേക്കുവാണ്. കൊണ്ടുപോകണമെങ്കിൽ 2 പേരൊക്കെ വേണം ഒന്ന് പൊക്കി കൊണ്ടുപോകുക. കാരണം അതൊരു 16.5 കിലോ ഉണ്ട് വെയിറ്റ്. 2 പേരിൽ നിന്ന് അപ്പുറം നിന്ന് പൊക്കി പിടിച്ച് കൊണ്ടുപോകുന്നതാണ് ചൂട ബെറ്റർ. അത് കൊണ്ടുപോയാലും നമുക്ക് നല്ല വെർത്താണ്. പലയിടത്ത് കൊണ്ടുപോയ പാർട്ടി നമുക്ക് ഓണാക്കാം, ഫുൾ സൗണ്ടിൽ നമുക്ക് സെറ്റാക്കാം.
അതുകൊണ്ട് നമ്മൾ ഇത്തിരി കഷ്ടപ്പെട്ടായാലും നമ്മളിത് കൊണ്ടുപോകും. നമ്മൾ പലയിടത്തും ഇത് കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ അനുഭവത്തിലാണ് പറയുന്നത്. സംഭവം അടിപൊളിയാണ്. നൈറ്റ് പാർട്ടിക്ക് ഔട്ട്ഡോർ പാർട്ടിക്കും എല്ലാത്തിനും സെറ്റാണ്. മൈക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം. മൈക്ക് ഏതാണ്ട് ലോക്കലൊക്കെ 300-500 രൂപയുള്ള വില. അത് കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടുതൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഒരെണ്ണം നമുക്കിത് സെയിം മോഡൽ ഒരെണ്ണം കൂടെ കിട്ടിയിട്ടുണ്ട്. രണ്ടും കൂടെ കമ്പയർ ചെയ്ത് കണക്ട് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ അടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഷ്ടമുള്ളതെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മളിത് താല്പര്യമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ ഓഡിയോ ഇഷ്ടമുള്ളതും ഇങ്ങനത്തെ സ്പീക്കർ എടുക്കാൻ താല്പര്യമുള്ളവർക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂടുതലും വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ.